കായംകുളം സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനവും 75ാമത് സ്കൂൾ വാർഷികാഘോഷവും നാളെ നടക്കും. ചടങ്ങിൽ കവയിത്രി മായ വാസുദേവിന്റെ പുതിയ കവിതാ സമാഹാരം മുഖങ്ങൾ പ്രകാശനം ചെയ്യും. ഞാൻ ഇവിടെ പ്ലേ ക്ലാസ് മുതൽ പഠിച്ചൊരു കുട്ടിയാണ്. ശരിക്കൊരു വ്യക്തിയുടെ ജീവിതത്തെ രൂപീകരിക്കുന്നത് വിദ്യാലയമാണെന്ന് പറയും. അത് അക്ഷരാർത്ഥത്തിൽ എൻ്റെ കാര്യത്തിൽ ശരിയായതാണ്. കാരണം നമ്മൾ അംഗീകരിക്കുക എന്ന് പറയുന്ന ഒരു സംസ്കാരവും അംഗീകരിക്കപ്പെടുമ്പോൾ ഒരു ആത്മവിശ്വാസമാണ് ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക്. അതുതന്നെയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ അധ്യാപകരായാലും എൻ്റെ ദീപ്തി സിസ്റ്ററായാലും ഇവിടുത്തെ ഓരോ മൺതരി പോലും, ഇവിടുത്തെ ടീച്ചേഴ്സായാലും ഇവിടുത്തെ കുഞ്ഞുങ്ങളായാലും ഇവിടുത്തെ ഓരോ സ്റ്റാഫായാലും എല്ലാവരും അത്രത്തോളം സ്നേഹവും കരുതലും ഒരു ചേർത്തുവെക്കലുമാണ് എൻ്റെ കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. ഇപ്പോഴായാലും എൻ്റെ പുസ്തക പ്രകാശനം അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു മറക്കാനാവാത്ത, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ്. ഒരു വിദ്യാർത്ഥി പഠിച്ച സ്കൂളിൽ ആ അധ്യാപകർ ചേർന്ന് ആ ഒരു അങ്കണത്തിൽ വെച്ചിട്ട് ഇത്രയും മഹനീയ വ്യക്തിത്വങ്ങൾ വന്നു ചേരുന്ന ഈ കുഞ്ഞുങ്ങളുടെയും അധ്യാപകരുടെയും ഒക്കെ മുന്നിൽ വെച്ചിട്ട് ഈ ഒരു പുസ്തക പ്രകാശനം നടത്തുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഒരു മഹനീയമായൊരു അനുഭവമായിട്ടാണ് ഞാൻ കരുതുന്നത്. മാവേലിക്കര രൂപതാധ്യക്ഷൻ മോസ് റവറൻ ഡോക്ടർ മാത്യൂസ് മാർ പോളികാർപ്പോസ് മെത്രാപ്പൊലീത്തയുടെ സാന്നിധ്യത്തിൽ ബദനി സന്യാസിനി സമൂഹത്തിന്റെ മദർ ജനറൽ ഡോക്ടർ മദർ ആർദ്ര SICയുടെ അധ്യക്ഷതയിൽ ബദനി സന്യാസിനി സമൂഹത്തിന്റെ തിരുവനന്തപുരം പ്രൊഫഷ്യൽ മദർ ഡമഷീൻ പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കും. സെന്റ് മേരീസ് സ്കൂൾ ഹെഡ് മിസ്ട്രസ് ദീപ്തി കവിതാ സമാഹാരം മുഖങ്ങൾ ഏറ്റുവാങ്ങും. വിശിഷ്ട അതിഥികളും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കായംകുളം.